നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഗാർഹിക സിലിണ്ടർ വില വർദ്ധിപ്പിക്കുന്നത്. രേഖകൾ ഇല്ലാതെ പണം കടത്താൻ ശ്രമം. ട്രെയിനിൽ കടത്തിയ 18,62,500 രൂപ പിടികൂടി. ചെന്നൈ എഗ്മോർ മധുര ട്രെയിനിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ. അഞ്ചലിൽ വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്നു. കേസിൽ ട്യൂട്ടോറിയൽ അധ്യാപകൻ അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറാണ് പിടിയിലായത്. ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഖനനത്തിനായി IRA ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകും. കോവിൽത്തോട്ടം ലൈറ്റ് ഹൌസ് മുതൽ വെള്ളനാതുരത്ത് വരെ സൈക്കിൾ ട്രാക്ക് ആൻഡ് വോക്ക് വേ സ്ഥാപിക്കുമെന്നും മന്ത്രി. വിശദമായ വാർത്തകളിലേക്ക്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഗാർഹിക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. കുടുംബ ബജറ്റുകളുടെ താളം തെറ്റിക്കുന്ന തരത്തിലാണ് പാചകവാതക വില വീണ്ടും വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം സിലിണ്ടറിന് 29 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 3 മാസത്തിനിടെ ഉണ്ടാകുന്ന രണ്ടാമത്തെ വില വർധനവാണിത്. പുതുക്കിയ നിരക്കുകൾ ജൂൺ 7 മുതൽ നിലവിൽ വന്നു. വില പരിഷ്കരണത്തോടെ ഡൽഹിയിൽ 14.2 കിലോഗ്രാം സിലിണ്ടറിന്റെ വില 913 രൂപയിൽ നിന്ന് 942 രൂപയായി ഉയർന്നു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വാതക വിതരണത്തിലുണ്ടായ തടസ്സങ്ങളാണ് വില വർദ്ധിപ്പിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ച് 7-ന് സിലിണ്ടറിന് 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. പ്രാദേശിക നികുതികളും ഗതാഗത ചെലവുകളും അനുസരിച്ച് ഓരോ നഗരങ്ങളിലും വിലയിൽ മാറ്റമുണ്ടാകുമെങ്കിലും വില വർധനവ് രാജ്യമൊട്ടാകെ ബാധകമാണ്. വില പരിഷ്കരണത്തിന് മുൻപ് ഓരോ സിലിണ്ടറിലും എണ്ണ കമ്പനികൾക്ക് ഏകദേശം 703 രൂപയുടെ നഷ്ടമുണ്ടാകുന്നതായാണ് വ്യവസായ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇപ്പോഴത്തെ വർധനവ് നഷ്ടം ഭാഗികമായി മാത്രമേ പരിഹരിക്കുന്നുള്ളൂവെന്നാണ് കമ്പനികൾ വാദിക്കുന്നത്. ഈ വാദം വീണ്ടും ഇന്ധനവില വർദ്ധിപ്പിക്കാനാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളത്തിൽ 1000 രൂപയ്ക്ക് അടുത്തായി ഇന്ധനവില. പാചകവാതകത്തിന് പുറമെ മറ്റ് ഇന്ധനവിലകളിലും മാറ്റമുണ്ട്. മെയ് പകുതി മുതൽ ഇതുവരെ പെട്രോൾ ഡീസൽ വിലകളിൽ ലിറ്ററിന് 7.5 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. CNG വിലയിലും കിലോയ്ക്ക് 6 രൂപയുടെ വർധനവുണ്ടായി. ഇത്രയും വില കൂട്ടിയിട്ടും പെട്രോളിന് ലിറ്ററിന് 11 രൂപയും ഡീസലിന് 33.6 രൂപയും എന്ന കണക്കിൽ തങ്ങൾ ഇപ്പോഴും നഷ്ടത്തിലാണെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ പാലക്കാട് ഓവറോൾ ചാമ്പ്യന്മാരായി. 4ാം തവണയാണ് പാലക്കാട് ചാമ്പ്യന്മാരാകുന്നത്. 174 പോയിന്റ് നേടിയാണ് പാലക്കാട് ഓവറോൾ നിലനിർത്തിയത്. പോയിന്റോടെ എറണാകുളം രണ്ടാമതും 122.5 പോയിന്റോടെ കോട്ടയം 3ാം സ്ഥാനവും നേടി. ആതിഥേയരായ കൊല്ലം 85 പോയിന്റുമായി 5ാം സ്ഥാനത്തായിരുന്നു. 21 ഇനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം മത്സരം നടന്നത്. കനത്ത ചൂടും ശക്തമായ കാറ്റും മത്സരാർത്ഥികളെ ഏറെ വലിച്ചു. കാലാവസ്ഥ പ്രതികൂലമായത് പല അത്ലറ്റുകൾക്കും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെയായി. 5000 മീറ്റർ, 800 മീറ്റർ, ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, 4x400 മീറ്റർ റിലേ എന്നിവയായിരുന്നു അവസാന ദിനം നടന്നത്. സമാപന യോഗത്തിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് S രാധാകൃഷ്ണൻ, മീറ്റ് ഒബ്സർവർ K രഘുനാഥൻ, സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PI ചന്ദ്രശേഖരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടത്തിയ സമാപന ചടങ്ങിൽ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് X ഏണസ്റ്റ് പാലക്കാട് ടീമിന് ട്രോഫി സമ്മാനിച്ചു. പുരുഷ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ പാലക്കാടിനും വനിതാ വിഭാഗത്തിൽ ഒന്നാമതെത്തിയ എറണാകുളത്തിനുമുള്ള ട്രോഫികളും സമ്മാനിച്ചു. 14 ജില്ലകളിൽ നിന്നായി 425 താരങ്ങളാണ് 2 ദിവസങ്ങളായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ടയിൽ തക്കാളി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റയാൾ മരിച്ചു. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു.
മൈനാഗപ്പള്ളി കുറ്റിയിൽമുക്ക് ജംഗ്ഷനിൽ ദിവസങ്ങൾക്ക് മുമ്പ് തക്കാളി ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികനാണ് മരിച്ചത്. മൈനാഗപ്പള്ളി ഇടവനശ്ശേരി കൊട്ടിലയ്യത്ത് വീട്ടിൽ അബ്ദുൽ സലാമാണ് മരിച്ചത്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹം ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. മകനെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ട ശേഷം ഇരുചക്രവാഹനത്തിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും തക്കാളിയുമായി വന്ന ലോറി കുറ്റിയിൽമുക്ക് ഭാഗത്ത് വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട് അബ്ദുൽ സലാം സഞ്ചരിച്ച ബൈക്കിലും സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച് റോഡിലേക്ക് മറിയുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. രേഖകൾ ഇല്ലാതെ കടത്താൻ ശ്രമിച്ച 18,62,500 രൂപ പിടികൂടി. ചെന്നൈ എഗ്മോർ മധുര ട്രെയിനിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി ഗോവിന്ദരാജുവിനെ പുനലൂർ RPF പിടികൂടി. ചെന്നൈ എഗ്മോർ മധുര ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 18,62,500 രൂപ പിടികൂടിയത്. റെയിൽവേ SP-യുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് പണം പിടികൂടിയത്. അനധികൃതമായി പണം കൈവശം വെച്ചതിന് തമിഴ്നാട് മധുര സ്വദേശി ഗോവിന്ദരാജുവിനെ പുനലൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട റെയിൽവേ SP-യുടെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ സർപ്രൈസ് ചെക്കിംഗ് നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി തമിഴ്നാട് മധുര സ്വദേശി ഗോവിന്ദരാജു എന്ന ആളുടെ കയ്യിൽ നിന്ന് ഇല്ലീഗൽ മണിയായ 18,62,500 രൂപ പിടിച്ചെടുത്തിട്ടുണ്ട്. തുടർന്നും ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായ ചെക്കിംഗ് പുനലൂർ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ്. അതുമാത്രമല്ല, ഈ മണിയുടെ സോഴ്സിനെ പറ്റി ഞങ്ങളാണെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സോഴ്സിനെ പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CDR ഒക്കെ എടുത്ത് വെരിഫൈ ചെയ്ത് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന്റെ ഉറവിടം പോലീസിന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും പിടികൂടിയ പണത്തിന്റെ ഉറവിടം ഉടനടി കണ്ടെത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ പൊതു ശൗചാലയം തുറന്നു നൽകുന്നത് വൈകുന്നു. 2023 നിർമ്മിച്ച ശൗചാലയമാണ് തുറന്നു നൽകാത്തത്. ഇതിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കിലെയും ജിംനേഷ്യത്തിലെയും ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ശൗചാലയത്തിന്റെ ഗേറ്റും പൂട്ടും തകർത്ത നിലയിലാണ്. പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പൊതു ശൗചാലയമാണ് തുറന്നു നൽകാത്തത്. 2023 പൊതു ശൗചാലയം നിർമ്മിച്ചത്. അതിനും ഒരു വർഷം മുമ്പ് 2022 ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓപ്പൺ ജിംനേഷ്യവും ചിൽഡ്രൻസ് പാർക്കും ഇവിടെ നിർമ്മിച്ചിരുന്നു. ഇവയുടെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്ത് ഇവിടെ പൊതു ശൗചാലയം നിർമ്മിച്ചത്. ചിൽഡ്രൻസ് പാർക്കിലെ കളി ഉപകരണങ്ങളും ജിംനേഷ്യത്തിലെ ഉപകരണങ്ങളും തുരുമ്പെടുത്ത അവസ്ഥയിലാണ്. പൊതു ശൗചാലയത്തിന്റെ ഗേറ്റും പൂട്ടും തകർത്ത നിലയിലുമാണ്. ശൗചാലയത്തിനുള്ളിൽ നായ്ക്കൾ കയറി കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. ശൗചാലയത്തിലെ ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികളും പൂർത്തീകരിച്ചിട്ടില്ല. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം വർഷങ്ങളായിട്ടും പൂർണ്ണമായും നിർമ്മാണം പൂർത്തീകരിക്കാതെ നാശം നേരിടുകയാണ്. ലക്ഷങ്ങൾ വിനിയോഗിച്ച് നിർമ്മിച്ച കെട്ടിടമാണ് ഇത്തരത്തിൽ നാശം നേരിടുന്നത്. ജിംനേഷ്യവും ചിൽഡ്രൻസ് പാർക്കും സംരക്ഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ പുതിയ കോഴ്സ് ആരംഭിച്ചു. ശ്രീനാരായണ ഗുരു ജീവിതവും ദർശനവും എന്ന ഡിപ്ലോമ കോഴ്സാണ് ആരംഭിച്ചത്. കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ പുതിയ കോഴ്സിന്റെ ഉദ്ഘാടനവും നടന്നു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലാണ് പുതിയ കോഴ്സ് ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരു ജീവിതവും ദർശനവും എന്ന പേരിലുള്ള ഡിപ്ലോമ കോഴ്സാണ് ആരംഭിച്ചത്. കോഴ്സിന്റെ ഉദ്ഘാടനം കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജിൽ ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നിർവഹിച്ചു. ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. 30% ഇന്റേണൽ മാർക്കും 70% സെമസ്റ്റർ പരീക്ഷാ മാർക്കും അടിസ്ഥാനമാക്കിയാണ് മൂല്യനിർണ്ണയം. വൈസ് ചാൻസലർ ഡോക്ടർ PV ജഗതിരാജ് അധ്യക്ഷത വഹിച്ചു. സിൻഡിക്കേറ്റ് അംഗങ്ങളായ G സുഗുണൻ, VP പ്രശാന്ത, ഡോക്ടർ A ബാലകൃഷ്ണൻ, ഡോക്ടർ C ഉദയകല, ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്റർ ഡയറക്ടർ സോഫിയ രാജൻ, രജിസ്ട്രാർ അഭിലാഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചലിൽ വയോധികയുടെ സ്വർണമാല പൊട്ടിച്ചു കടന്ന കേസിൽ ട്യൂട്ടോറിയൽ അധ്യാപകൻ അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറാണ് പിടിയിലായത്. തുണിക്കച്ചവടം ചെയ്തുവന്ന ഓമനയുടെ 2.25 പവന്റെ സ്വർണമാലയാണ് ഇയാൾ മോഷ്ടിച്ചത്. കൊല്ലത്ത് ട്രെയിനിൽ വന്നിറങ്ങിയ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. എനിക്ക് എല്ലാവരോടും തന്നെ, പോലീസുകാരും അല്ലാത്തവരും എനിക്ക് ചെയ്തവരെല്ലാം എനിക്ക് വളരെ സന്തോഷം. ഞാൻ അവരോട് സന്തോഷപ്പെടുന്നു. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ നേരം വെളുത്ത് വന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക്
ഇനി എനിക്കൊന്നും പറയാൻ എനിക്കില്ല, എനിക്ക് ഇനി കണ്ണുനീരുമില്ല, എനിക്ക് പറയാനും. കൊല്ലം അഞ്ചലിൽ പട്ടാപ്പകൽ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു കടന്ന കേസിലെ പ്രതിയെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്യൂട്ടോറിയൽ അധ്യാപകനായ അഞ്ചൽ പനയഞ്ചേരി പ്ലാവിള വീട്ടിൽ ഹരീഷ് കുമാറാണ് പോലീസിന്റെ പിടിയിലായത്. അഞ്ചൽ ചന്തമുക്കിൽ ഫുട്പാത്തിനോട് ചേർന്ന് തുണിക്കച്ചവടം നടത്തിവന്ന വയോധികയായ അഞ്ചൽ വയലാ സ്വദേശിനി ഓമനയുടെ 2.25 പവന്റെ സ്വർണ്ണമാലയാണ് ഇക്കഴിഞ്ഞ 27-ാം തീയതി ഇയാൾ മോഷ്ടിച്ചത്. മഴ നനഞ്ഞ് നിന്നപ്പം പറഞ്ഞു, ഞാൻ അധ്യാപകനാ, പൈസ എടുക്കാൻ വന്നപ്പോ 2 ദിവസത്തെ അവധിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങൾ പോണോന്നും പറഞ്ഞു. അതൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നത്. അതുകൊണ്ടല്ല ഞാനും ഓർത്തു മുഖമൊന്നും കാണാഞ്ഞുകൊണ്ട് അധ്യാപകനായിരിക്കുമെന്ന് എനിക്കിതിലൊരു പോക്കും എനിക്ക് വന്നില്ല, എനിക്കിതിലൊരു ഓർമ്മ എനിക്ക് വന്നില്ല. കാരണം ഞാൻ നടക്കുന്ന വഴിയിലൊന്നും ഇങ്ങനെയൊരു വഴി വന്ന് ഇത് ഇട്ടുകൊണ്ടാണ് ഞാൻ പോവുകയൊക്കെ ഞാൻ. എന്നിട്ട് ഒരു വിഷമത എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇളെ അവിടെ നിർത്തിയതും നിന്നതും കേട്ടോ. നനയുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ഇങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ ആശുപത്രിയിൽ പോയി നിൽക്കുന്നു ഞാൻ പറഞ്ഞു. വേണ്ട, ഇവിടെ നിന്ന് നനയത്തില്ലെന്നും പറഞ്ഞു. ഇതിനാ ഉദ്ദേശിച്ചാന്ന് എനിക്കറിയാവോ. ഇതിനായിരുന്നു ഒട്ടിപ്പിടിച്ച് നിന്ന് വലിച്ചു പറിച്ചുകൊണ്ട് പോയി. ആ വലിയ മഴയത്താണ് വിട്ടു, ഒരു മനുഷ്യരില്ല, ചത്താലും കെട്ടാലും ഈ വഴിയിലെങ്ങും ആളില്ല. അതുപോലത്തെ മഴയായിരുന്നു ബുധനാഴ്ച ഉച്ചയായപ്പോ. തുടർന്ന് CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിവരികയും അഞ്ചലിലെ ബാറിൽ നിന്ന് ലഭിച്ച പ്രതിയുടെ CCTV ചിത്രത്തിൽ നിന്ന് ഇയാളെ തിരിച്ചറിയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാസർഗോഡ് നിന്നും കൊല്ലത്തേക്ക് ട്രെയിനിൽ വന്നിറങ്ങിയ ഹരീഷ് കുമാറിനെ അഞ്ചൽ പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കാസർഗോഡ് ബന്ധുവായി ചേർന്ന് ട്യൂട്ടോറിയൽ കോളേജ് നടത്തിവരികയാണെന്നും താൻ പൊട്ടിച്ച സ്വർണ്ണമാലയുടെ ഒരു ഭാഗം ആയൂരിലെ സ്വകാര്യ ധനകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെക്കുകയും ബാക്കിയുള്ളത് കാസർഗോഡ് വിൽപ്പന നടത്തിയതായും ഇയാൾ പോലീസിനോട് പറഞ്ഞത്. മാല പൊട്ടിച്ചു കൊണ്ടുപോയ പ്രതിയെ കിട്ടിയതറിഞ്ഞ് മാല നഷ്ടപ്പെട്ട ഓമന പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസുകാർക്ക് നന്ദി പറയുകയും ചെയ്തു. അതാ ഞാൻ പറഞ്ഞു, അയാളെ കേൾക്കാൻ പറഞ്ഞു, കയ്യോ കാലൊക്കെ ഒടിച്ചിടണം, അതാ വേണ്ടത്. ചോറ് കൊടുക്കുമല്ലോ നമ്മള്, കയ്യും കാലും ഒടിച്ചങ്ങ് ഇട്ടേക്കണം. ഇനി ഈ പണിക്ക് പോവുകയും ചെയ്യും, നമുക്ക് മാനക്കേട് കേൾക്കാനും ഒക്കത്തില്ല. 1-2 ദിവസത്തെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു, 1-2 ദിവസത്തെ. ഇത് മുതുകള്ളനാ, ഇത് മുതുകള്ളൻ. അവൻ അറിഞ്ഞിട്ടില്ല, ചെറിയ കട്ട് കൊണ്ടുവന്നു. ഇപ്പം വലിയ കള്ള. ഇത്രയും ജനങ്ങൾ അറിഞ്ഞിട്ട് പോലും അവൻ വിറ്റല്ലോ. ഇത്രയും ജനങ്ങൾ ഇനി അറിയാതെ ഓടോ ഇല്ല. എൻ്റെ കൊച്ചി ഇറക്കാൻ വിളിച്ച് പറയുമ്പോഴാ എൻ്റെ മോളറിയുന്നത്. എടി അമ്മ കരയുന്നു, അമ്മയുടെ മാല പോയെന്നും പറഞ്ഞ് അമ്മയെന്ന് കരയുന്നടി എന്ന് പറഞ്ഞു. എനിക്ക് കാണാൻ പറ്റുന്നില്ലടി അമ്മയുടെ നിപ്പും പറച്ചിലും ഒക്കെ കണ്ടോണ്ട് കഴിക്കാമ എന്നും പറഞ്ഞ് എൻ്റെ കൊച്ചി ഇറക്കാൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. സമാധാനമായി. എന്നാൽ ഞാൻ നനഞ്ഞു കുന്ന് താറ് ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് പോലും എനിക്കിരിക്കാം. എൻ്റെ തുണി മുഴുവൻ നനഞ്ഞു കുതിർന്ന് വാരി നിൽക്കുന്നു. എനിക്കിപ്പോ ഒരു സന്തോഷമായി, എനിക്കിപ്പം സന്തോഷമായി സാറേ, എനിക്ക് സന്തോഷമായി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി സ്വർണ്ണമാല പണയം വെച്ച സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലും വിൽപ്പന നടത്തിയ കാസർഗോഡ് എത്തിച്ച തെളിവെടുപ്പ് നടത്തുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വേനൽക്കാല ഹോക്കി പരിശീലന ക്യാമ്പിൽ കിറ്റുകൾ വിതരണം ചെയ്തു. കൊല്ലം ഹോക്കിയും ചവറ IREL-ഉം ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊല്ലം ഹോക്കിയും ചവറ IREL-ഉം ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് ആശ്രമം ഹോക്കി സ്റ്റേഡിയത്തിൽ വേനൽക്കാല ഹോക്കി പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഈ ക്യാമ്പിന്റെ ഭാഗമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ ആരംഭിച്ച സമ്മർ ക്യാമ്പിന് മുൻ ഇന്ത്യൻ ജൂനിയർ കോച്ച് രവിവർമ്മയുടെ നേതൃത്വത്തിലുള്ള പരിശീലക സംഘമാണ് നേതൃത്വം നൽകുന്നത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും ക്ലബ്ബുകളിൽ നിന്നും 150ഓളം പേർ പങ്കെടുത്തു. അപ്പൊ ഹോക്കിയിൽ പുതിയ ഇതിഹാസം രചിക്കാൻ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ നിങ്ങൾ ഈ ക്യാമ്പിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പിലെ അനുഭവങ്ങള്? ഇഷ്ടായ? നന്നായി കളിച്ചോ? എല്ലാം പറഞ്ഞു തന്നോ? ഈ ചില ട്രിക്കുകളൊക്കെ പറഞ്ഞു തന്നോ? അപ്പൊ മിടുക്കന്മാരും മിടുക്കികളായി വരില്ലേ? അപ്പൊ നന്നായി ഡെഡിക്കേറ്റ് ചെയ്ത് ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും കഠിനാധ്വാനം ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഡലുകൾ വാരിക്കൂട്ടി പോകും, ചിലപ്പോൾ ആദ്യം കിട്ടിയില്ല. നിരാശപ്പെടരുത്, നമുക്കുള്ള മെഡല് അവിടെ ഉണ്ട്. ഒരു നാൾ നമ്മുടെ കയ്യിൽ വരിക തന്നെ ചെയ്യും. അതിനെന്ത് വേണം? നന്നായി ശ്രമിക്കണം, പ്രയത്നിക്കണം, സ്വപ്നം കാണണം. സ്വപ്നമൊക്കെ കാണാറുണ്ടോ? അപ്പം മക്കള് നല്ല സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ഉറങ്ങുമ്പോൾ മാത്രം കണ്ടാൽ പോരാ, ഉണർന്നിരിക്കുമ്പോഴും നമ്മൾ ആ സ്വപ്നത്തിന്റെ പിന്നാലെ ആയിരിക്കണം. നമ്മൾ ഇഷ്ടത്തിന്റെ സ്വപ്നത്തിന്റെ അതിൻ്റെ പിന്നാലെ ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിതമായി പോയാൽ ലോകം മുഴുവൻ നമ്മുടെ ഒപ്പം അതിനുവേണ്ടി നിൽക്കും. അപ്പം എല്ലാ മക്കളും നല്ല നിലയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
കൊല്ലം ഹോക്കി പ്രസിഡന്റ് ജി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ്, IREL ജനറൽ മാനേജർ NS അജിത്ത്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KV രാധാകൃഷ്ണൻ, സെക്രട്ടറി V ശ്രീകുമാരി, കൊല്ലം ഹോക്കി സെക്രട്ടറി MJ മനോജ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇന്നസെന്റ് ബോസ്, ജോയിന്റ് സെക്രട്ടറി അജയകുമാർ, ഗീതാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനമാണ് ആവശ്യം ഉന്നയിച്ചത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. മുൻ MLA M നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. സമരമുഖത്ത് നഴ്സുമാരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് സംഘടിത ശക്തി പകരേണ്ടത് ഓരോ നഴ്സുമാരാണെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചൂഷണം നേരിട്ട കാലഘട്ടത്തിൽ നിന്നും നഴ്സുമാർ ഇന്ന് മുഖ്യധാരയിലേക്ക് എത്തിയത് സംഘടിതമായതിന്റെ ഫലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാണ്. കുറ്റങ്ങൾ നമ്മളെല്ലാം തികഞ്ഞെന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? മന്ത്രി എന്താ പറഞ്ഞ? ഈ ആരോഗ്യ മേഖല ആർക്ക് കൊടുക്കാൻ പോവുക? ഇപ്പൊ ഒന്നാമത് ശമ്പളം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. സ്വകാര്യവൽക്കരിച്ചാലോ? സൗകര്യമുള്ളപ്പോ തരും അല്ലേ? അതാ ഞാൻ പറഞ്ഞ, കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ല. അത് മാത്രമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കുകയാണ്. പുതിയ വാദങ്ങളാണ്. പണ്ട് സ്കൂളുകൾ വിൽക്കുന്നതിനും അല്ലെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അതേ വാദം ഇപ്പൊ ഉയർത്തി കഴിഞ്ഞു. മുൻകൂട്ടി ഉയർത്തുകയാണ്. പിന്നെ മോഡിഫിക്കേഷൻ. ഞാൻ പറഞ്ഞ നമ്മളെ ജംസി കുട്ടികളെ ആകർഷിച്ചതാണ്. കാരണം വേറൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടത്തണമെന്നൊന്നുമില്ലല്ലോ അല്ലേ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഈ കാര്യം കാണാൻ എന്ത് പിടിക്കണം? യഥാർത്ഥത്തിൽ കേരളത്തിലെ ജംസികളെ കഴുതകളാക്കി കാര്യം കണ്ടതല്ലേ ഇവര് അല്ലേ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കാം എന്നൊരു ചൊല്ല് നമുക്കില്ലേ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞ വലിയ തമാശയാണ്. ആ ഉത്തരവിൽ തന്നെ സ്റ്റിയറിംഗിന് കവറിടാം, കാറിനകത്ത് മാറ്റിടാം അല്ലേ? എന്തൊരു പരിഹാസ്യമാണ് ഇതൊന്നും നേരത്തെ ചെയ്യാവുന്നതല്ലേ? പിന്നെ കളിയാക്കി ആൾക്കാർ പറയുന്ന കണക്ക് ഇല്ലേ, പഞ്ചറായാൽ ഒട്ടിക്കാം, ടയർ പഞ്ചറായാലും. ഞാൻ പറഞ്ഞ എത്രയോ കേരളത്തിലെ ജനങ്ങളെ പരിഹാസ്യരാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും നഴ്സുമാരുടെ റേഷ്യോ പ്രമോഷൻ നടപ്പാക്കുക, ആശുപത്രിയിൽ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി സുരക്ഷ ഉറപ്പാക്കുക, ഹെൽത്ത് സംവിധാനം എല്ലാ സർക്കാർ ആശുപത്രികളിലും നടപ്പാക്കുക, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ 4 നഴ്സുമാരുടെ സേവനം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AA ഹമീദ്, ജില്ലാ സെക്രട്ടറി B സുജിത്ത്, യൂണിറ്റ് സെക്രട്ടറി സൂര്യനാരായണമൂർത്തി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. IREL 1 കോടി രൂപ വിനിയോഗിച്ച് കരിത്തുറയിൽ നിർമ്മിച്ച സെവൻസ് ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. IRE ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പുതുതലമുറയ്ക്കായി ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. IREL 1 കോടി രൂപ വിനിയോഗിച്ച് തീരദേശത്ത് കരിത്തുറയിൽ നിർമ്മിച്ച സെവൻസ് ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫുട്ബോൾ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയവയിൽ പരിശീലനം നൽകും. പുതിയ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ അടുത്ത ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകും. കോവിൽത്തോട്ടം ലൈറ്റ് ഹൗസ് മുതൽ വെള്ളനാതുരുത്ത് വരെ 4.9 കിലോമീറ്റർ ദൂരത്തിൽ സൈക്കിൾ ട്രാക്ക് ആൻഡ് വാക്ക് വേ സ്ഥാപിക്കും. ഖനനത്തിനായി IRE ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകാമെന്നും മാർച്ചിനകം ശേഷിക്കുന്ന 106 പേർക്കും തിരിച്ചു നൽകാമെന്നും IRE അറിയിച്ചിട്ടുണ്ട്. തീരുമാനത്തിൽ മാറ്റമുണ്ടായാൽ IREയോടുള്ള നിലപാടിൽ മാറ്റം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഏറ്റവും പ്രയോജനപ്രദമായി മാറിയ ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഫൗണ്ടേഷൻ ആശുപത്രി, അതിനുശേഷം വൈകിട്ട് കരുത്തറയിൽ ഉള്ള ഫുട്ബോൾ ടീം. ഞാൻ CK വിനീതിനെ വിളിക്കണം എന്ന് പറഞ്ഞത് കേരളത്തിൽ മലപ്പുറവും മലബാറുമാണ് ഫുട്ബോൾ ഭ്രാന്തുള്ള പ്രദേശം എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ അത് കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ ഇത്രയധികം ഫുട്ബോൾ ഭ്രാന്തുള്ള ഒരു പ്രദേശം കരിത്തറ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ ഈ കാലയളവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഭരണം എന്ന് ആഗ്രഹിച്ചു. ഇത് IRE ഇപ്പോൾ ടർഫിട്ട് തന്നിട്ടുണ്ട്, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുകൂടാതെ ഇതിൻ്റെ മെയിൻ്റനൻസ് അടക്കം ഇട്ടതുകൊണ്ട് തീർന്നില്ല.
ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഉത്തരവാദിത്വം IRE ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നാമാവിശേഷമായി പോകും എന്നുള്ളത് ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചവറയിൽ ചെയ്യാൻ പോകുന്ന പ്രകടന പദ്ധതിയുടെ ഭാഗമായി ഒരു സ്പോർട്സ് അക്കാഡമിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ ഒരുപക്ഷെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടായേക്കാം, ചിലപ്പോൾ അടുത്ത ബഡ്ജറ്റിലാവും. എന്തായാലും സകലസൗകര്യം നിശ്ചയിച്ചുകൊണ്ട് ഫുട്ബോളും നീന്തലും ക്രിക്കറ്റുമെല്ലാം അടങ്ങുന്ന പുതിയ തലമുറയെ അതിനെ പരിശീലിപ്പിച്ച് ഉന്നത തലത്തിലേക്ക് എത്തിക്കുന്ന നിലയിലൊരു സംവിധാനം ചവറയിലുണ്ടാകും. ഞാൻ ശ്രീ വിനീതുവായോട് സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു ടർഫ് തന്നെ അതിന് അനുയോജ്യമാണ്. ഇനിയും ബാക്കി അതിനോടനുബന്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് സൃഷ്ടിക്കേണ്ടത്. NK പ്രേമചന്ദ്രൻ MP പ്രഭാഷണം നടത്തി. IRE ലിമിറ്റഡ് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ സാമൂഹ്യ ഉത്തരവാദിത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ, ചവറ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇന്ന് ഏതാണ്ട് 2 കോടിയോളം രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ പ്രിയപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ തൊട്ടപ്പുറത്ത് നീണ്ടകരയിലെ ഫൗണ്ടേഷൻ ആശുപത്രിയിൽ 7 ഡയാലിസിസ് മെഷീൻ ഉൾപ്പെടെയുള്ള 1 കോടിയോളം രൂപ ചെലവ് വരുന്ന ഒരു ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ നിർവഹിച്ചു. വൈകുന്നേരം കായിക മേഖലയുടെ പ്രചോദനത്തിന് പര്യാപ്തമായ ഏറ്റവും മനോഹരമായ അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത് അസാപ്പിന്റെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ സമർപ്പണം കരുത്തര നിവാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഈ ചടങ്ങ്. ആ ചടങ്ങിൽ നിങ്ങളോടൊപ്പം ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം, ചാരിതാർത്ഥ്യം ആദ്യമായി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക. IRE ഹെഡ് NS അജിത്ത് മുഖ്യാതിഥിയായി. അസാപ്പ് കേരള ചെയർമാനും MD-യുമായ ഡോക്ടർ ഉഷ ടൈറ്റസ് പദ്ധതി വിശദീകരണം നടത്തി. ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗം CK വിനീത് കിക്ക് ഓഫ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബികാദേവി അധ്യക്ഷത വഹിച്ചു. ഷംല നൌഷാദ്, I ജയലക്ഷ്മി, R ജിജി, M സുശീല, A ബെന്നി, IRE ഡെപ്യൂട്ടി മാനേജർ KS ഭക്തദർശൻ, കരിത്തുറ ഇടവക വികാരി ഫാദർ സേവ്യർ ലാസർ, ജസ്റ്റിൻ ജോൺ, A സേവ്യർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പാരമ്പര്യ നാട്ടുവൈദ്യ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫോറം കൊല്ലം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പരമ്പരാഗത വൈദ്യം ചെയ്യുന്ന വിഭാഗത്തിന് പ്രത്യേക കൗൺസിൽ രൂപീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യം ഉന്നയിച്ചു. സംസ്ഥാനത്തെ പാരമ്പര്യ നാട്ടുവൈദ്യന്മാരുടെ തൊഴിൽ സംരക്ഷണത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സർക്കാർ അടിയന്തരമായി സംസ്ഥാന പാരമ്പര്യ നാട്ടുവൈദ്യ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന് കേരള ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫോറം കൊല്ലം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ആയുർവേദ വൈദ്യം, യുനാനി വൈദ്യം, സിദ്ധവൈദ്യം, മർമ്മം വൈദ്യം, വിഷവൈദ്യം, ഒറ്റമൂലി തുടങ്ങി പരമ്പരാഗത വൈദ്യം ചെയ്യുന്ന വിഭാഗത്തിന് പ്രത്യേക കൗൺസിൽ രൂപീകരിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഒരു 10-15 ദിവസം ഉദ്ഘാടനം എല്ലാവരുടെ സമയവും നോക്കിയിട്ട് ബാക്കിയുള്ളവരെ വിളിച്ചുവിട്ട് ഈ പാരമ്പര്യ വൈദ്യന്മാരുടെ വിവരശേഖരണം നടത്താൻ വേണ്ടി ഒരു പ്രസ് മീറ്റിംഗ് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകും. അപ്പൊ അത് നമുക്ക് ദിവസത്തിനുള്ളിൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പ്രസ് മീറ്റിംഗിൽ പങ്കെടുക്കണം. എല്ലാ വിഭാഗത്തിലുമുള്ള നാട്ടുവൈദ്യന്മാരെ പങ്കെടുപ്പിച്ച പാരമ്പര്യ നാട്ടുവൈദ്യ സംഗമം സംഘടിപ്പിക്കാനും കൺവെൻഷനിൽ തീരുമാനമായി. കൺവെൻഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖലീലുദ്ദീൻ പൂയപ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ പാരമ്പര്യ വൈദ്യ ഫോറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് വൈദ്യൻ കുരുവേലിൽ അധ്യക്ഷത വഹിച്ചു. ജയൻ വൈദ്യർ മുഖ്യപ്രഭാഷണം നടത്തി. സുരേന്ദ്രൻ വൈദ്യൻ പാരിപ്പള്ളി, ഗ്രേസിക്കുട്ടി വൈദ്യ കരവാളൂർ, ജയകൃഷ്ണൻ വൈദ്യർ ചന്ദനത്തോപ്പ, രാജൻ വൈദ്യർ പോരേടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് ഗാർഹിക സിലിണ്ടർ വില വർദ്ധിപ്പിക്കുന്നത്. രേഖകൾ ഇല്ലാതെ പണം കടത്താൻ ശ്രമം. ട്രെയിനിൽ കടത്തിയ 18,62,500 രൂപ പിടികൂടി. ചെന്നൈ എഗ്മോർ മധുര ട്രെയിനിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ.
അഞ്ചലിൽ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചു കടന്നു. കേസിൽ ട്യൂട്ടോറിയൽ അധ്യാപകൻ അറസ്റ്റിൽ. അഞ്ചൽ പനയഞ്ചേരി സ്വദേശി ഹരീഷ് കുമാറാണ് പിടിയിലായത്. ചവറയിൽ സ്പോർട്സ് അക്കാദമി സ്ഥാപിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഖനനത്തിനായി IRE ഏറ്റെടുത്ത ഭൂമി 3 മാസത്തിനകം 50 വീട്ടുകാർക്ക് തിരിച്ചു നൽകും. കോവിൽത്തോട്ടം ലൈറ്റ് ഹൌസ് മുതൽ വെള്ളനാതുരത്ത് വരെ സൈക്കിൾ ട്രാക്ക് ആൻഡ് വോക്ക് വേ സ്ഥാപിക്കുമെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.